നമുക്ക് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെഡിയാക്കാം. ഇതിനായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു വലിയ കുക്കുംബറും പകുതി ഗ്രീൻ ആപ്പിളും 2 പീസ് ജിഞ്ചറും ഹാഫ് ബൗൾ മിന്റും എടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിളും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ടില്ല, കുക്കുംബറിനെ മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഒതീനയും ജിഞ്ചറും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബോക്സിലാക്കിയിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അതിനുശേഷമാണ് ജ്യൂസ് റെഡിയാക്കുന്നത്. ഇവയെല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. മൂടിയിട്ട് വെക്കരുത്. ഇതിന്മേലെല്ലാം നല്ലപോലെ ഐസ് പിടിച്ചതിന് ശേഷമേ ജ്യൂസ് അടിക്കാവൂ. അതിനാണ് മൂടി ഇടരുതെന്ന് പറയുന്നത്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് സ്പെഷ്യലായിട്ട് ഐസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഫ്രീസായി വന്നിട്ടുണ്ട്. ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. കുക്കുംബറിൽ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഹാഫ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് ജ്യൂസാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അടിച്ചതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്ക് റെഡിയായി കഴിഞ്ഞു. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.